ഇന്ന് വാവേനെ അവിടുന്ന് ഞങ്ങൾ പിടിച്ച് വലിച്ചു കൊണ്ട് വരേണ്ടി വരും അല്ലേ? ആന്ന് മതിയോ? പോവല്ലേ നമുക്ക് വീട്ടിലേക്ക്? വേണ്ടേ? ഇരുട്ടായില്ലേ? വീട്ടിൽ പോണ്ടേ? ഇവിടെ മതിയോ? ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് പരിപാടി എന്ന് പറയുന്നത് വാവക്കുട്ടീനെ കൊണ്ട് കറങ്ങാൻ പോകണം, പാർക്കിൽ പോകണം, ചിൽഡ്രൻസ് പാർക്കിൽ പോകണം. ലീവ് ദിവസം കിട്ടുന്ന സമയത്താണ് ഈ മുതലിനെ കളിക്കാൻ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതാ അമ്മു റെഡി ആയിട്ടുണ്ട്. ചോത്തനെ കൊണ്ട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ പോകണം എന്ന് വിചാരിക്കുന്നു. ഇതിന് മുമ്പ് നമ്മൾ ഒരു വട്ടം പോയതാണ്. അന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു, ആള് വരുന്നേ ഇല്ല അവിടെ പോയിട്ട്. അതിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ കുട്ടികളിങ്ങനെ എൻജോയ് ചെയ്യുന്നു, സന്തോഷമായിട്ട് ഇങ്ങനെ കളിച്ചു കിടക്കുന്നു. ഇതല്ലേ കാണുമ്പോൾ അത് കാണുമ്പോഴല്ലേ ഒരു സുഖം. ഇന്ന് വാവേനെ അവിടുന്ന് ഞങ്ങൾ പിടിച്ച് വലിച്ചു കൊണ്ട് വരേണ്ടി വരും അല്ലേ? ആന്ന് വരുന്നില്ലല്ലോ. അവ വരുന്ന വിളിച്ചാ വരില്ലല്ലോ. ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടാക്കാം. പഴം ജ്യൂസും ഡ്രൈ ഫ്രൂട്ട് ജ്യൂസ് നല്ല രസം ഉണ്ടാവും, നല്ല സ്വീറ്റ് ആയിരിക്കും. ഫീലിംഗ് ആയിട്ടിരിക്കണ മൂക്ക്. ശരി, മൂക്ക് കൊത്തി പിടിച്ചിട്ട് ഒറ്റ വലി. ഓക്കെ, ചോത്തന്റെ ഡ്രൈ ഫ്രൂട്ട് ജ്യൂസ് ഇതാ റെഡി. പഴം കഴിച്ചിട്ട് കുടിച്ചോളൂ. ഒരു ഡസൻ ഫ്രൂട്ടുമായിട്ട് ഇതാ ഫ്രൂട്ട് ജ്യൂസ് അടിക്കുന്നു. വരുന്നുണ്ടോ? അപ്പൊ ഞങ്ങളൊന്ന് കറങ്ങിട്ട് വരാം. ഓക്കെ ഓക്കെ. എന്തോ ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത. അവിടെയാണ്, ഇതിൻ്റെ ഉള്ളിലാണ്. വാ വെള്ളം നോക്കി കണ്ടാ. ചെറിയ ഊഞ്ഞാല, വീഴൊന്നുമില്ല അത്. ഏത് ആട്? ഇത് ആടുള്ളതാണ്. അവിടെ പിടിക്ക രണ്ട് സൈഡില്. ഓക്കെ, നീ പിടിച്ചോളൂ. നീ പിടിച്ചിട്ട് അവിടുന്ന് ആടിയില്ലേ? ചാരി ഇരുന്നോ? ചാരി ഇരിക്ക്. ചാരി ഇരിക്ക്. അത്രേ ഉള്ളു പരിപാടി. നീ വിട്ടാ അങ്ങനെ ആടിക്കോട്ടെ. എത്ര കടിക്കാൻ തുടങ്ങിയില്ലേ? ഭയങ്കര കൊതു അവിടെ. വാവക്കുട്ടിയുടെ ഈ കളി കാണാനാ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നത് തന്നെ. അവൾ ഫുൾ ഹാപ്പിയാണ്. ഹലോ, ഹാപ്പി ആയോ ശരിക്കും? വാവ ചെക്കനായി. പെൺകുട്ടിയല്ല, ആൺകുട്ടിയാ. പാൻറ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇപ്പൊ വല്ല പ്രൊഫസറെ പോലെ ഉണ്ട്. വയറിന്റെ മുകളില് പാൻറ് ഇട്ടിട്ട്. എന്ത് രസം നോക്കാ കളിക്കുന്നത്. ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലെ കളിച്ച് വീണിട്ടുണ്ട്. പിന്നെ കൈയൊക്കെ ഇതുപോലെ മുടിയായിട്ടുണ്ട്. പിന്നെ ലെവലായി. ഇവളെ കാണാൻ വേണ്ട കുട്ടിക്കാലം ഓർമ്മ. ഈ സാധനം ഇയാൾക്ക് ഓർമ്മ ഉണ്ടോ? നമ്മള് കല്യാണം കഴിഞ്ഞ ഉടനെ പോയത് കാണണത് ബാക്ക്ഗ്രൗണ്ടില്. ഇയാൾ അവിടെ പോയിട്ട് തടി കുറയ്ക്കാൻ വേണ്ടിട്ടൊക്കെ ചെയ്തിരുന്ന ഓർമ്മ ഉണ്ടോ? യൂസ് ചെയ്യില്ലല്ലോ. യൂസ് ഒക്കെ ഉണ്ടോ? നന്നായി ഹെവി ആയിട്ട് ചെയ്യണമെന്ന് മാത്രം. എനിക്ക് വെയിറ്റേ കുറഞ്ഞില്ല. ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ കുറയ്ക്കാൻ തുടങ്ങിയത് തന്നെ. ഇൻഫാക്ട് എല്ലാവരും കല്യാണം കഴിഞ്ഞ് തടി വെക്കും. പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞാൽ തടി വെക്കും. പ്രസവം കഴിഞ്ഞ് തടിച്ചു, പിന്നെ മെലിഞ്ഞു. എല്ലാവരും പറഞ്ഞു പ്രസവം കഴിഞ്ഞിട്ടാണല്ലോ മെലിഞ്ഞെന്ന്. പിന്നെ മുന്നേ 10 കിലോ ആണ്, അല്ല 15 കിലോ കുറഞ്ഞിരിക്കുന്നത്. തലയുടെ മുകളിൽ എത്ര കൊതു നോക്കി. അത് കൊതുവാ. പാർക്കിൽ വന്നിട്ട് കൊറേ നേരമായി, ഇരുട്ടായി. മതിയോ? പോവല്ലേ നമുക്ക് വീട്ടിലേക്ക്? വേണ്ടേ? ഇരുട്ടായില്ലേ? വീട്ടിൽ പോണ്ടേ? ഇവിടെ മതിയോ? പാട് നോക്കാം. ഓ, പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാ. പാർക്കിലുള്ള സകല മനുഷ്യന്മാരും പോയതിനു ശേഷമാണ് അവള് പോകുന്നത്. കഴിച്ചോ? ബിരിയാണി കഴിച്ചിട്ട് വാച്ച് 2 വട്ടം പോയി. അവിടെ കിട്ടില്ല, ഇവിടെ കിട്ടില്ല. എന്തിന്? വാച്ച് തൊമ്മനൊക്കെ വാച്ച് അവിടെ ഇല്ലേ? കടയിൽ നോക്കി. എന്നിട്ട് 2 കടയിൽ നോക്കി, കിട്ടിയില്ലേ? ഇനി എന്താ കടയിൽ ഇല്ലാന്ന് പറഞ്ഞു. അതെ,
വലുതാത്ത നമുക്ക് ബിരിയാണി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് പോകണ്ട നാളെ മതി. അതൊരു കാപ്പി ഉണ്ടായി കുടിച്ചു. വേണേ കുറച്ച് ബിരിയാണി കഴിക്കാം. എനിക്ക് പോകണ്ടേ. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, നാളെ കഴിക്കാം. എന്താ ഉഷാറില്ലാത്ത അവിടെ പോയിട്ട് കതച്ചിട്ടേ കളി കഴിഞ്ഞപ്പോ ആള് ക്ഷീണിച്ചിട്ട് ഉറക്കം വന്നിട്ട് ഉറങ്ങുകയാണ്. ക്ഷീണാണോ? ഉറക്കം വരുന്നുണ്ടോ? അതാണ് അവിടുത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോഴേ അച്ഛൻ ഒരു തരാമല്ലോ മുത്തുമണിക്ക്. അതിനെ പിടിച്ച് കളിച്ചിട്ട് വരുന്നില്ല. ആര് ചെയ്യിപ്പിക്കണ്? പുറത്ത് പോവാന്ന് പറയുമ്പോണ്ടല്ലോ എല്ലാരും പോട്ടെ, ഗാലിയാട്ട് നമുക്ക് പോവാ. എന്നിട്ട് പറഞ്ഞ പോലെ വന്നു എല്ലാരും. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തി. നല്ല അടിപൊളിയായിരുന്നു, നല്ല ചില്ലായിരുന്നു, ഫുൾ ഹാപ്പി ആയിരുന്നു കുഞ്ഞാവേ. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോവുക, പുറത്ത് പോയിട്ട് പാർക്കിൽ പോവുക. കുട്ടി ഹാപ്പി, ഞങ്ങളും ഹാപ്പി. അപ്പോൾ അത് ഇന്നത്തെ വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് 9:30 കഴിഞ്ഞു. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.